സ്റ്റോക്ക് മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ്, ക്രിപ്റ്റോ മാർക്കറ്റ്, വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ യു? അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ട്രേഡിംഗ് ലേണിംഗ് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലായിരുന്നു. ഓരോ കമ്പനികളുടെ ഷെയർസ് ആയിരുന്നു ഞാൻ അവിടെ ബൈയും സെല്ലും ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ റീസൺ ടൈം ലിമിറ്റേഷൻ തന്നെയാണ്. കാരണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ടൈം ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9:15 തൊട്ട് വൈകുന്നേരം 3:30 വരെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. പക്ഷേ ഫോറക്സിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ 24x5 ആണ് മാർക്കറ്റ് ഓപ്പണിംഗ്. സോ നമുക്ക് എപ്പോഴാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടത്, ട്രേഡ് ചെയ്യേണ്ടത്, ആ ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് 24x7 ട്രേഡ് ചെയ്യാനുള്ള അവസരം അവിടെയുണ്ട്. പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമുണ്ട്, വോളിയം. കാരണം നമുക്കൊരു സ്ട്രാറ്റജി വർക്കാണ് മാർക്കറ്റിൽ നല്ല രീതിക്ക് വോളിയം വേണം. സോ ആ ഒരു വോളിയം ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനെക്കാട്ടും എത്രയോ ഇരട്ടി വോളിയമാണ് ക്രിപ്റ്റോ മാർക്കറ്റിലുള്ളത്. അതിനെക്കാട്ടും എത്രയോ ഇരട്ടിയാണ് ഫോറക്സ് മാർക്കറ്റിലുള്ളത്. ഈ റീസൺ കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഫോറക്സ് മാർക്കറ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും കണ്ട ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഏതാണ്. അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. കാരണം ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പറയാൻ പോകുന്ന ട്രേഡിംഗിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. സോ അത് മിസ്സാണ്ടുക ഇപ്പൊ തന്നെ പേജ് ഫോളോ ചെയ്ത് വെച്ചേക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ജസ്റ്റ് അയച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു ടോപ്പിക്ക് കാണുന്നവരെ ബൈ.